അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹ്സിനയുടെ ജീവിതം ആകെ വിഷമത്തിലാണ്. പഠിച്ചോനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ റബ്ബേ എനിക്ക് ഇത്രയ്ക്ക് ശിക്ഷകൾ നൽകുന്നത്? പെട്ടെന്ന് അവളുടെ അനിയത്തി ഹസനത്ത് അങ്ങോട്ട് വന്നു. ഹസനത്തെ മോളെ, എന്താ എന്നോടെന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഇത്താത്തയുടെ ജീവിതം ഏതായാലും അങ്ങനെയായിപ്പോയി. ഇനി എനിക്ക് സത്യം പറഞ്ഞ ടെൻഷനാണ്. എന്ത് കാരണം? ഒന്നുമില്ല. ഇത്താത്താൻ്റെ ഈ കഥകളൊക്കെ എന്നെ കിട്ടാൻ പോകുന്ന ഒരു വീട്ടുകാരെങ്ങാനും അല്ലെങ്കിൽ ആ ചെക്കനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ മോളെ ഈ പറയണത്? ഇത്താത്താൻ്റെ വിവരം എന്ന് പറഞ്ഞാൽ എന്താ ഈ പറയണത്? അല്ല, ഇത്താത്തയും ട്യൂഷൻ സെൻറ്ററിലെ സാറും കൂടി. മോളെ, നീ ദയവായി നീയും എന്നെ തെറ്റിദ്ധരിച്ചോ? ഞാൻ വിചാരിച്ചു എന്നെ വിശ്വസിക്കാൻ നീയും ഇത്താത്തയൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ ആരും എന്താ എന്നോട് എല്ലാവരും ഇങ്ങനെ. ഇത്താത്ത എന്തിനെത്താത്ത അങ്ങനെയൊക്കെ അതിന് പോയത്? എന്തിന് മോളെന്തീ പറയണത്? അല്ലേ, എന്തോ കൊടുത്തുന്നോ വാങ്ങിന്നോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല ഇത്താത്ത. ഒന്നുമില്ലെങ്കിൽ ഇത്താത്താനെ സീന എത്ര സ്നേഹിക്കുന്നുണ്ട്. ഇത്താത്താക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ. പക്ഷെ ഇത്താത്ത അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? മോളെ, നീ എന്ത് കൊടുത്തു എന്നാ പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്തത്? എല്ലാവരും ഓരോന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ എങ്ങോട്ടൊക്കെ ടൂറ് പോയിന്നോ അതും പറയണ കേൾക്കുന്നുണ്ട്. എന്താ പഠിച്ചവൻ ഞാനീ കേൾക്കണത്? രാവിലെ പോയി വൈകുന്നേരം വരുന്ന ഞാൻ എങ്ങോട്ട് പോകാനേ? മുഹ്സിനക്ക് സങ്കടം വന്നു. ഇത്താത്ത അങ്ങനെ പറഞ്ഞു കേൾക്കണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണിപ്പോൾ എല്ലാം കൂടി ആലോചിച്ചിട്ട്. ശരിക്കും മുഹ്സിനക്ക് സങ്കടം വന്നു. മോളെ ഹസനത്തെ, ഇത്താത്തയെ കൊണ്ട് നീ ബുദ്ധിമുട്ടായില്ലേ? ഇത്താത്ത ഒന്നുമല്ല, പക്ഷേ എനിക്കിപ്പോൾ ആകെപ്പാടെ ഒരു പേടി തോന്നുകയാണ്. ഒന്നുമല്ല, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായി കഴിഞ്ഞാൽ മോളെ എല്ലാം മനസ്സിലായി എനിക്ക്. ഇത്താത്ത നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല ഒരിക്കലും, സത്യമായിട്ടും. പെട്ടെന്ന് അതാ ഉമ്മ അങ്ങോട്ട് കടന്നു വന്നു. ഹസനത്തെ ഇങ്ങോട്ട് പോന്നാ. എന്തുമ്മ? മുഹ്സിന അങ്ങോട്ട് ചെന്ന്. എന്തുമ്മ? നിന്നെ ആരപ്പോൾ വിളിച്ചത്? ഞാൻ വിളിച്ചത് ഹസനത്തിനാണ്. പിന്നെ ഈ ഓളും കൂടി കേടെടുത്തല്ലോ കേട്ടോ. ഈ ഏതായാലും അങ്ങനെ അങ്ങോട്ട് ആയി തീർന്നു. എന്തപ്പോൾ ചെയ്യുക ഉമ്മ? എങ്ങനെ? അല്ലേ, ഓരോരുത്തരും പറഞ്ഞ് കേട്ടില്ലേ ഉമ്മ? ഞാനൊന്നും അറിയാം, ഈ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ശരി തന്നെയാണ്. എന്നാലും ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ അതല്ലല്ലോ പറച്ചില്ലേ. എന്തൊക്കെയാണ് പറഞ്ഞ് കേൾക്കണത്? ഹസനത്തെ ഈ ഇങ്ങോട്ട് പോന്നാളാ. ഇനിയിപ്പോൾ ഉമ്മ അതിന് ഇനി ഒന്നും പറയണ്ട. എന്താ ഇപ്പം ചെയ്യുക? ഓരോരുത്തരും ഇങ്ങോട്ട് പറഞ്ഞ് കേട്ടിട്ട് എന്തിനാ ആവശ്യമില്ലാത്തൊരു പരിപാടിക്കൊക്കെ നിൽക്കണത്? ഒരു ഭർത്താവ് ആദ്യത്തോനും അങ്ങനായി, ഇപ്പോൾ ഇത് രണ്ടാമത്തത് ഇങ്ങനെ ഒരു ആകെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ജടങ്ങാറാക്കല്ല മനുഷ്യനെ. ഈ പെണ്ണിന് മുട്ടായി കൊടുത്തിട്ടാണ് ഇവിടെ വീട്ടിൽ. ഓല് നല്ല രീതിയിൽ നടക്കുന്ന കുടുംബമാണ്. അതൊക്കെ ഓലെ വീട്ടുകാരൊക്കെ അറിഞ്ഞാൽ മുടങ്ങൂല എൻ്റെ മുഹ്സിന. ഈ ആവശ്യമില്ലാത്തൊരു പണിക്ക് നിന്നിട്ട് മറ്റോളെ പറഞ്ഞാൽ മതി. ഓളാണ് അപ്പോൾ ഈ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോണതും ഒക്കെ വിളിച്ച് പറയലും സെറ്റാക്കലും ഓളെ പറഞ്ഞാൽ മതി, വേറെ ആരുമല്ല. അവളുടെ ആങ്ങളതാ ഇളകിക്കൊണ്ട് വീണ്ടും വരുന്നു. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നാറ്റിച്ചു. എന്താടാ ഓളെന്തേ തെറ്റെന്തേ ചെയ്തിക്കണോ? അങ്ങനെ തന്നെയാണ് കാണിച്ചു തരി. എന്താ ഉമ്മ, നാട്ടുകാരൊക്കെ ഓരോന്നും പറഞ്ഞ് നടക്കുകയാണ്. ഒരു സാറിൻ്റെ പേരും വെച്ച് ഒന്ന് ഓൾ ഒഴിവായപ്പോത്തിന് വേറൊന്ന് സെറ്റാക്കിയില്ലേ ഓള്, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത. പിന്നെ വല്ലാതെ കളിച്ചാലേ എൻ്റെ അടുത്ത് ആളുകളുണ്ട്, ഓരോണ്ട് ഇറക്കും ഞാൻ. എടാ, എൻ്റെ ജോലിക്ക് ഒന്നും ചേർന്നതല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആരാ ജോലിക്ക് പോകണം? ഞാനതൊക്കെ നിർത്തി. എനിക്കിപ്പോൾ താല്പര്യമില്ല. എന്തിന്? ഞാനിങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നടക്കുക, ഇവിടെ നിങ്ങളോരോന്ന് കാട്ടിക്കൂട്ടുക. ഞാൻ മടുത്തു, ഞാൻ നിർത്തി. ഞാൻ ഇപ്പോൾ പോകണം, ഞാൻ ലീവ് എടുത്ത് പോകാൻ നിൽക്കണം. ഇനി വേറെ വല്ല കൂലിപ്പണിക്കോ എന്തിനെങ്കിലൊക്കെ പോവാം, അതേ നടക്കുള്ളൂ. മോനെ, ആ നല്ലൊരു ജോലി നല്ലതായിക്കോട്ടെ. എൻ്റെ സ്വഭാവം വളരെ മോശമായി വരുന്നുണ്ട്. എനിക്കിപ്പോൾ പഴയ പോലെ ഒന്നല്ല, ക്ഷമിക്കാനൊന്നും എനിക്ക് കഴിയണില്ല. പിന്നെ കാര്യങ്ങൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ
മറ്റുള്ള കല്യാണം കൂടി മുടങ്ങണ മട്ടാണ് ഇപ്പത്. പഠിച്ചോനെ, അങ്ങനെ എങ്ങാനും സംഭവിച്ചോ? അതൊന്നും അറിയില്ല. എന്താ മനുഷ്യന്മാരെ നാവല്ലേ, എല്ലായിടത്തും എത്തൂലത്. നമ്മൾ വിചാരിക്കണ പോലെയാണോ കാര്യങ്ങൾ? എന്താന്നില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞിങ്ങനെ പോവരുത് കേട്ടില്ലാരും. എടാ, അത് ഓളെ മാത്രം പറയണ്ട, എൻ്റെ പെണ്ണുങ്ങളും കൂടി അല്ലേ അതിന് ഒരു ഇതിനൊക്കെ വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയതൊക്കെ. അത് കേട്ടുകൊണ്ട് അതാ മരുമകൾ അങ്ങോട്ട് കടന്നു വന്നു. ഇനിയിപ്പോൾ ഇനി എല്ലാവരും എൻ്റെ തലയിൽ കിട്ടൂലേ എല്ലാം കൂടി. ഞാൻ ഓളിങ്ങനെ വെറുതെ വിഷമിച്ചിരിക്കണുണ്ടപ്പോൾ ഓൾക്കൊരു എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. നീ മിണ്ടരുത്. അവളുടെ ഹസ്ബൻഡ് അവളുടെ നേർക്ക് എന്തിനാണ് നിന്നോട് പറഞ്ഞോ അവൾ ജോലിയാക്കി തരാൻ? ആവശ്യമില്ലാത്തതിന് ഓരോന്ന് ഇടപെട്ടിട്ട് നീയാണല്ലോ ഇതിൻ്റെ ഏജൻറ്റ്, നീ മാത്രം. എന്നിട്ടിപ്പോൾ ഓരോ പേരും കേൾപ്പിച്ച് വന്നിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ എന്നുള്ളത്. ഇപ്പം എന്തായി? അതിനിപ്പോൾ എന്ത് സംഭവിച്ചത്? ഓളൊന്നും ചെയ്തില്ലല്ലോ. എന്തെങ്കിലും സംഭവിച്ചിരിക്കണമെങ്കിലോ ഓക്കെ. എന്തിനു സംഭവിക്കണോ വല്ലതും? ആളുകളുടെ നാവടക്കാൻ നിനക്ക് എന്തിനേയും കഴിയുമോ? എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്? എന്നെ കാണുമ്പോൾ തന്നെ ചോദിക്കാണ്, അല്ലടാ പെങ്ങളെ 2ാം കല്യാണം സെറ്റായോ, പോയോ? എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടത്? എനിക്ക് ആകെ ഞാൻ ഇവിടെ വിട്ട് പോവുകയാണ്. ഇവിടെ ഒന്നും ശരിയാവില്ല. ഇനി നിങ്ങളെങ്ങനെ വെച്ചാൽ ജീവിച്ചോളി, എന്നെക്കൊണ്ട് കഴിയൂല. ആങ്ങള ദേഷ്യത്തിലാണ്. മുഹ്സിന അതെല്ലാം കേട്ട് തേങ്ങിക്കരയുന്നു. പഠിച്ചോനെ, എൻ്റെ കാരണം കൊണ്ടാണല്ലോ ഇതൊക്കെ വന്നത്. ഒരു നിമിഷം അവൾ ഓർത്തുപോയി, റഷീദ് ഉമ്മയുടെ അവിടെ അടുക്കള ജോലി ചെയ്തെങ്കിലും അവിടെ ജീവിക്കാം എന്ന്. എത്രയൊക്കെ തന്നെ ചീത്ത കേട്ടാലും ഉപദ്രവിച്ചാലും ജീവിച്ചു പോണ്ടേ? ഇവിടെ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. അനിയത്തി അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നു. പക്ഷെ അനിയത്തിയുടെ മുഖത്ത് ചിരിയില്ല. അവളുടെ മുഖത്തെല്ലാം ഒരു ദേഷ്യത്തോടെ. ഹസ്നത്തെ, എന്താ താത്ത? എന്താ നിനക്കും എന്നോട് പിണക്കാണോ? ഇത്താത്ത ചെയ്ത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ ഭാവി കൂടി നഷ്ടപ്പെടുന്ന രീതിയിലായില്ലപ്പത്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഏട്ടത്തി ആരുടെ കൂടെ പോയതെന്നൊക്കെ ചോദിച്ചു എന്നെ ആകെ മോശത്തരത്തിലാവൂലേ? ഇത്ത ചെയ്ത് ശരിയാണോ? എടീ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പഠിച്ച റബ്ബാണ് സത്യം. തെറ്റായിട്ട് ഒന്നും. വിവാഹാഭ്യർത്ഥന സാറ് നടത്തി, എങ്കിലും ഞാനത് വിലക്കുകയായിരുന്നു. അദ്ദേഹം അറിയാത്ത രീതിയിലാണ് എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. പക്ഷേ അങ്ങനെ ചെയ്തത് അദ്ദേഹം എന്തിനാ ഇനി അതിൻ്റെ കാര്യം പറയണേ? സാറുമാരങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെയൊക്കെ. അപ്പോഴേക്കും ഉമ്മ അങ്ങോട്ട് വന്നു. മുഹ്സിന, ഈ ഓളോട് ഞാൻ ഓരോന്ന് പറയണ്ട. ഓളുടെങ്കിലും നല്ല മട്ടത്തിൽ നിന്ന് കല്യാണം നടത്തി വിടണം എന്ന് ആഗ്രഹമുണ്ട്. ഇനി ഓൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കും വേണ്ട. ഈ ഏതായാലും അങ്ങനെ ആയി തീർന്നു. ഇനി ഓളും കൂടി കേടെടുത്തല്ലേ. ഉമ്മയുടെ ആ ഒരു വാക്ക് മുഹ്സിനയുടെ നെഞ്ചിൽ വല്ലാതെ അങ്ങ് തറച്ചു. അവളുടെ ഹൃദയം പൊട്ടിപ്പോയി. അല്ലാ, എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തില്ല. വേണ്ടാത്ത കാര്യമല്ല ഒന്നും. മുഹ്സിന, ആങ്ങളുടെ വിളി നിനക്ക് സമാധാനമായല്ലോ? നിനക്ക് തൃപ്തിയായല്ലോ? എല്ലാവരെയും വിഷമിപ്പിച്ചിരുന്നിട്ട് ഇപ്പം എന്തൊക്കെയാണ്? എന്താ ഞാൻ ചെയ്യുക? എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ട ഇവിടെ? നിങ്ങൾക്ക് അകത്തിരുന്നാൽ മതി. എനിക്ക് എന്ത് കാര്യം? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അങ്ങോട്ടേ പോയിക്കോ, അതെനിക്ക് നല്ലത്. ഇക്കാക്ക, അത് നിങ്ങളെന്നെ എന്നെ കൊണ്ടുവന്നത്. ജീവിക്കാൻ സമ്മതിക്കും. പോയിക്കോ, കയറിപ്പോയിക്കോ ഓലെ വീട്ടിക്ക്. ഇവിടെ ഒന്നും കണ്ട ഈ ചീത്ത പേര് ഉണ്ടാക്കരുത് ദയവായി. എവിടേക്കും കയറിപ്പോയിക്കോ, ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ അയാൾ കൂടെയാണ് പോയിക്കോ. എന്നെ പഴപ്പിച്ചൊരാളുണ്ടല്ലോ, എന്താ പേര്? അജ്മൽ സർ. ഓഫ്, എന്തൊരു അജ്മൽ സർ എന്ന് പറയുമ്പോൾ പാലം തേനൊഴുകുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കാട്ടാനുള്ളതൊക്കെ കാട്ടി അത് ഓനങ്ങോട്ട് മുങ്ങി നൈസായിട്ട്. ഇക്ക, ഇല്ല, ഒരിക്കലും ഇല്ല. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല. അദ്ദേഹം എൻ്റെ നന്മക്ക് വേണ്ടിയിട്ട്. നിൻ്റെ നന്മ? നീ ഒന്ന് പോയി തരുമോ? അജ്മൽ സർ എന്തൊക്കെയായിരുന്നു? ഒരു ട്യൂഷൻ കൊടുക്ക, അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരല്ലോ, ഇങ്ങോട്ട് വിവാഹം അന്വേഷിക്കാം, അപ്പോൾ ഇതിന് വരല്ലോ. ഇപ്പോൾ ഒക്കെ മതിയായല്ലോ, ഒക്കെ കഴിഞ്ഞതാ വീട്ടിൽ നിൽക്കണ്. ഇക്ക, ഞാനിപ്പോഴും പോകാൻ തയ്യാറാണ്. പക്ഷേ എന്നെ സമ്മതിക്കായിട്ടല്ലേ? നീ പോയിക്കടി, നിന്നെ ആരെ പിടിച്ചു വെച്ചത്? ഇനി ഞാൻ നിന്നെ പിടിച്ചേക്കണില്ല.
നല്ല ടൈമിന് ഞാൻ നിന്നോട് പറഞ്ഞതാണ് മുസ്തിന നീ പോകണ്ടെന്ന്, പക്ഷെ നീ അത് കേട്ടില്ല. പോയിക്കോ, അനുഭവിച്ചോ, എന്താ ചെയ്തു, നോ പ്രോബ്ലം. ഇനിയിപ്പോൾ എന്താ, ഒക്കെ ആയില്ലേ. അവൾ കരഞ്ഞു. മുസ്തിന, എന്തിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്? ഉമ്മയുടെ വാക്കുകൾ വീണ്ടും അവളെ വല്ലാതെ വേദനിപ്പിച്ചു. ഉമ്മ, ഒരിക്കലും ഇല്ലമ്മ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടുകാരെ ഇടയിൽ ഇപ്പോൾ ഈ വലിയ തെറ്റുകാരിയാണ്. ഉമ്മ, എന്തിനാ എൻ്റെ മരിച്ചു പോയ ഉപ്പയാണ് സത്യം. ഈ ആ കബറ് കിടക്കണം, അതിനെ വല്ലാതെ ഇടങ്ങാറാക്കണ്ട. അതവിടെ കിടന്നോട്ടെ, അതിനും കൂടി വിളിച്ചുകാണ്ട് ഓരോന്ന് സത്യം ചെയ്യണ്ട. അതൊക്കെ നല്ല മട്ടത്തിൽ ജീവിച്ച മനുഷ്യരാണ്, ഒരു തെറ്റും ചെയ്യാതെ. നിന്നെപ്പോലൊന്നും കാട്ടിക്കൂട്ടിയിട്ടില്ല. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ വീണ്ടും അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. എന്തായി, എല്ലാവരും കൊണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നല്ലോ മോളെ ട്യൂഷന് പറഞ്ഞേക്കാൻ, അവിടുത്തെ സ്റ്റാഫാകാനും. ഇപ്പം എന്താ എല്ലാവരും ഓളങ്ങ് ഒറ്റപ്പെടുത്തില്ലേ? എടി, എൻ്റെ പണിയല്ല സാറിനെ വിളിച്ച് എനിക്ക് അവിടുന്ന് നമ്പർ കിട്ടിയത്. അത് ന്യൂസ് പേപ്പറിൽ അത് പരസ്യത്തിൻ്റെ പേപ്പർ വന്നപ്പോഴേ അതിലുണ്ടായതായിരുന്നു. നമ്മൾ തൊട്ടടുത്തുമല്ലേ, അതിനിപ്പോൾ എന്താ, എനിക്കതിലൊന്നും വലിയതൊന്നുമില്ല. എന്നാ വിളിച്ചോ, ഏതെങ്കിലുമൊക്കെ ന്യൂസ് പേപ്പറിൽ വരുന്ന പേപ്പേഴ്സിനൊക്കെ വിളിക്ക്, എന്നിട്ട് ഓളങ്ങോട്ട് ആക്കി കൊടുക്കുക. നിൻ്റെ ഡ്യൂട്ടി അതാണല്ലോ അല്ലേ? ആങ്ങളുടെ ഭാര്യയും കണക്കിന് പറയുന്നുണ്ട്. എല്ലാവരും കൂടി അതാ അവളെ കൊത്തി വലിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ, എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്നിങ്ങനെ പറയില്ലായിരുന്നു. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ. ഉപ്പയില്ലാത്ത, പിതാവില്ലാത്ത ആ വേദന അതും അവളുടെ മനസ്സിലേക്ക് കടന്നുകൂടി കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. മുഹ്സിന കരയുകയാണ്. റബ്ബേ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ അറിഞ്ഞുകൊണ്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സാറ് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വേദനകൾ, വിഷമങ്ങൾ എഴുതി കൊടുത്തു എന്നല്ലാതെ ഞാനതൊരിക്കലും അപ്ലോഡ് ചെയ്യരുത്, അല്ലെങ്കിൽ അവരോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ ചെയ്യാം, എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. അവൾ ഉളൂഹ ചെയ്ത് നേരെ അതാ നിസ്കാരപ്പായയിലേക്ക് ചെല്ലുന്നു. അള്ളാഹുവിനോട് കരഞ്ഞു പറയണം എല്ലാം, എൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ. അള്ളാഹ്, പഠിച്ചവനെ, ദുനിയാവ് എനിക്ക് ഹൈറല്ല എങ്കിൽ എന്നെ നീ അങ്ങ് വിളിച്ചു. അള്ളാഹ്, ദുനിയാവ് എനിക്ക് ഹൈറാണ് എങ്കിൽ നല്ല ജീവിതം തരണം. അല്ല എങ്കിൽ പഠിച്ചവനെ, ഹൈറല്ല എങ്കിൽ കൊണ്ടുപോകണം എൻ്റെ ഉപ്പയുടെ അടുക്കലേക്ക്, എൻ്റെ ഉപ്പയുടെ കൂടെ ഞാൻ കിടന്നോളാം. അള്ളാഹ്, എനിക്ക് എൻ്റെ ഉപ്പാന് മതി. എല്ലാവരും എന്നെ എതിർക്കുകയാണ്. എല്ലാവരും ആരും എനിക്ക് അനുകൂലമായി സംസാരിക്കുന്നില്ല. എൻ്റെ ഉപ്പ, അള്ളാഹ്, എൻ്റെ ഉപ്പാൻ്റെ കബറടന്ന് സ്വർഗ്ഗം പൂന്താപ്പാക്കി കൊടുക്കുക റഹ്മാനെ. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ ഉപ്പ എന്നെ കൈവിടില്ല, എനിക്ക് നന്നായിട്ടറിയാം. അള്ളാഹ്, എൻ്റെ മനസ്സ് ആരും കാണുന്നില്ല. എനിക്ക് സിനുവിന് ഇഷ്ടമാണ്. ഇപ്പോഴും ഇന്നും സിനുവിൻ്റെ അടുത്തേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെയാണെങ്കിലും സിനുവിൻ്റെ കൂടെ ജീവിക്കാൻ. പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. ഇപ്പോഴിതാ ഇങ്ങനൊരു ചീത്തപ്പേര് വന്നിരിക്കുന്നു. അള്ളാഹ്, നിനക്കറിയാലോ എൻ്റെ മനസ്സ്. ഞാൻ ഒരു കടുകുമണിയോളം പോലും അജ്മൽ സാറിനോട് ഇഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല, ഉണ്ടായിട്ടില്ല. ആ ഒരു രീതിയിൽ ഒരു സാറായി ബഹുമാനത്തിലെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതാ, അല്ലാതെ തെറ്റായ രീതിയിൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. എന്തിന്, എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ എന്നെന്നും സ്നേഹത്തോട് സൂക്ഷിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സിനുവുണ്ട്. പിന്നെ ഇപ്പം എന്തിനാ ഞാൻ അതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത്? ഒരിക്കലും ഞാൻ നിൽക്കില്ലല്ല. എൻ്റെ മനസ്സിൽ മരിക്കുവോളം ഒരാളുണ്ടാവും, അതുതന്നെ മതി. ഈ ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും ഇല്ലല്ല. സ്വന്തം അനിയത്തി പോലും തന്നോട് മുഖം കനപ്പിച്ച് നടക്കുകയാണ്. അവളുടെ കല്യാണം എങ്ങാനും മുടങ്ങുമോ എന്ന് കരുതിയിട്ടായിരിക്കും ഉമ്മയും പറഞ്ഞു, നീ ഓളെ കൂടെ ഇങ്ങനെ കൂടാൻ നിൽക്കണ്ട എപ്പോഴും. നാത്തൂൻ പറയുന്നു, പറ്റാള് പറ്റിപ്പോലെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ, നമ്മളെ ഭാഗം പെണ്ണുങ്ങളല്ലേ, നമ്മൾ ജോലിയാക്കി തന്നു വിചാരിച്ചു കണ്ട് വേണ്ടാത്തതിനൊക്കെ നിൽക്കണം. നാത്തൂൻ്റെ ആ ഒരു വാക്ക് അത് മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. ഇതുവരെ അങ്ങനത്തെ ഒരു വാക്കിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇതാ ഓരോന്നോരോന്ന് കുത്തുവാക്കുകൾ. കാരണം അവളുടെ ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് അവർക്ക് നല്ല രീതിയിൽ ചീത്ത കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാതായി, എന്നോട് വരെ പോകാനാ പറയണത്.
ഈ എന്തിനാ അതിന് നിന്നത് എന്നൊക്കെ ചോദിച്ചു കണ്ട്. വേണ്ടില്ലേന്ന് റബ്ബേ, ആ സമയത്തൊരു ഇടങ്ങാറ് കണ്ടിട്ട് ആക്കി കൊടുത്തതാ. പക്ഷെ ഇത്രയും വലിയ തെറ്റ് ചെയ്യുമെന്നുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തൊക്കെയാണാവും, ആർക്കറിയാം, പഠിച്ചോനെ കാക്കട്ടെ. എന്തായാലും തെറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ ആ പേര് വീണില്ലേ, പേര് വീണ് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചൂ എന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങ എന്ന് പറഞ്ഞ ടീമാണ് എല്ലാവരും. തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നോക്കൊന്നുമില്ല, ഒക്കെ അങ്ങോട്ട് ഇതാക്കി മറിക്കും. മുസിന ഏതായാലും അങ്ങനെയൊക്കെ പറ്റിപ്പോഞ്ഞ് അവിടെ നിന്നോ, അല്ല അപ്പം എന്താ കാട്ടണ്? മറ്റോളെ കല്യാണം കഴിഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ അതും ഇതും ഇല്ലാതായി തീരും. ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയണ്ടെങ്കിലേ അത് ഈ ചെവി കൂടെ കേട്ടുകണ അതിലൊന്ന് വിട്ടാളാ, പറഞ്ഞിട്ട് കാര്യമില്ല. വിധി അല്ല അപ്പം എന്താ? എൻ്റെ സങ്കടം കൊണ്ടും വിഷമം കൊണ്ടുമാണ് ഞാൻ എനിക്ക് അതിന് വേണ്ടി ഒരുങ്ങിയത്. ഇപ്പോൾ ഇന്നെ വരെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഞാൻ ഇപ്പോൾ ഈ കുട്ടീനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയിക്കൽ അങ്ങനെ നടക്കുമോ? ഇവിടെ തന്നെ നിൽക്കട്ടെ, അല്ല അപ്പം എന്താ കാട്ടിൽ? എന്തോ ഒരു നല്ല മനുഷ്യരായിരുന്നു, ഇപ്പം ഇങ്ങനെ സ്വഭാവമൊക്കെ മാറി മാറി വന്ന് മദ്രസ നിർത്തി, ആകപ്പാടൊരടങ്ങാറ്. എന്താ ഇപ്പോൾ ചെയ്യുക? ഓരോ വിധി. എൻ്റെ വീട്ടുകാരെ മൂലിയരെന്ന് വിചാരിച്ചിട്ട് എന്നെ കെട്ടിച്ച് കൊടുത്തതൊക്കെ അന്നൊക്കെ നല്ല സ്വഭാവം സ്നേഹം ഇതൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആളാകെ അങ്ങനെ മാറി തിരിഞ്ഞ് ഇപ്പോൾ മദ്രസൊക്കെ നിർത്തിയല്ലോ. എൻ്റെ കൂലിപ്പണിക്ക് പോകണം, എനിക്ക് ഇഷ്ടം തന്നെ ഇല്ല ഈ കൂലിപ്പണി, മദ്രസ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പുറത്തുള്ള മറ്റേ ജോലിക്കൊന്നും പോകണത്. കൂലിപ്പണിക്ക് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് ഈ മദ്രസ ഒഴിവാക്കിയിട്ടുള്ള പരിപാടിക്കൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതൊരു ബർക്കത്താണ്, അതൊരു സന്തോഷമാണ്. അതിപ്പോൾ ഇതാ ഒക്കെ നിർത്തി വെച്ചിരിക്കണല്ലോ. ഇപ്പോൾ ഇതാ കുറേ കൂട്ടുകെട്ടും കാര്യങ്ങളും. ഇങ്ങനെ ഉണ്ടാവുമോ മനുഷ്യന്മാർ? നല്ല ആൾക്കാർ ഇങ്ങനെ കേട്ടിരോ? എനിക്കറിയില്ല. അവൾക്കും നല്ല വിഷമം തന്നെയാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ അറബിയമ്മയോടൊക്കെ ഒന്ന് വിളിച്ച് തുറന്ന് പറയാൻ വേണ്ടത്, എന്നാൽ പിന്നെ കുറേയൊക്കെ റാഹത്താവും. പക്ഷെ മുഹ്സിനാൻ്റെ ഈ കാര്യം അതറിയുമ്പോൾ അറബിയമ്മക്കും വല്ലാതെ വിഷമം ഉണ്ടാവും. എന്തൊക്കെ തന്നെയായാലും മുഹ്സിനയുടെ ആങ്ങള വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിച്ചു പറയുന്നു, അതേ സൂക്ഷിച്ചും കണ്ടു നിന്നാ നിങ്ങൾക്ക് നന്ന്, ഇപ്പം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ അങ്ങോട്ട് ആയിത്തീരും. ഹസനത്തെ ഇവിടെ വന്നാ, ചെറിയ പെങ്ങളെ അവൻ വിളിക്കുന്നു. എന്തൊക്കെ? പിന്നെ താത്താൻ്റെ മാരി ആവല്ലോ ദയവായി, ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിക്കേ. ഇതിപ്പോൾ ഒക്കെ എൻ്റെ തലയിലാണ്, ഞാനെന്തൊക്കെ ചെയ്യുക നിങ്ങളൊരൊന്ന് കാട്ടിക്കൂട്ടിയിട്ട്? മുഹ്സിനയെ ആക്കിക്കൊണ്ടാണ് അങ്ങനെ ആ വാക്ക് പറഞ്ഞത്. മുഹ്സിനക്ക് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നായിപ്പോയി. എല്ലാവർക്കും താൻ ഒരു ഭാരമായി മാറിയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം അതാ മുഹ്സിനക്ക് മനസ്സിലായി തുടങ്ങുന്നു. താൻ ഈ വീട്ടിൽ ജീവിക്കുന്നത് ശരിക്കും എല്ലാവർക്കും അതാ വെറുത്തു തുടങ്ങി. എന്നെ വേറൊരു കണ്ണുകൊണ്ടാണ് എല്ലാവരും കാണുന്നത്. ആരും എന്നെ സ്നേഹത്തോടെ നോക്കുന്നില്ല, വിളിക്കുന്നില്ല. ഭക്ഷണമൊക്കെ അവിടെ വിളമ്പി വെക്കും എന്നല്ലാതെ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിലത്തെ ജോലികളിൽ എന്നെ സഹകരിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. മറ്റേത് എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിരുന്നു. ഞാനും ഇത്താത്താക്ക് അടിച്ചു വാരി തുടക്കലും പാത്രം കഴുകലും മുറ്റുമടിക്കലും എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷേ ഇത് ഞാൻ വരുമ്പോഴേക്കും അവരതൊക്കെ ചെയ്യുകയാണ്. എന്നെ ശരിക്കും ആ വീട്ടിൽ നിന്നും ഒരു മാറ്റി നിർത്തലുകൾ ആണ് അവൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അവൾ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ ഓർത്തു. ഉപ്പ, എൻ്റെ ഉപ്പ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തണുപ്പ. ഉപ്പാൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ ഉപ്പ. ഉപ്പാക്ക് ചീത്തപ്പേര് വരുന്ന രീതിയിൽ ഒരു ഉപ്പാൻ്റെ കുട്ടി ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യൂല. എന്തിനാ ഉപ്പ? ഉപ്പാൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഉപ്പ. ഞാനും വരുന്നുണ്ട് ഉപ്പാൻ്റെ അടുത്തേക്ക്, അല്ലാതെ ഇവിടെ ആരും എന്നോട് നല്ല രീതിയിൽ നിൽക്കുന്നില്ല. ആരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും എന്നോട് ദേഷ്യമാണ് ഉപ്പ. ഞാൻ എന്ത് ചെയ്യും? കണ്ണീരോടെ അവൾ പ്രിയപ്പെട്ട പിതാവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.